സ്ഥലമായി മോളെ ഇറക്കൂ സൂക്ഷിച്ചിറങ്ങ. അവരെ ആരെ കാണുന്നില്ല മോളെ. സുഗന്ധിയാണോ? അതെ. എന്റെ പേര് അപ്പുക്കുട്ടൻ. എന്നെ അലമേലും അമ്മാള് പറഞ്ഞയച്ചതാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. നീ ആരാ? അവിടുത്തെ ജോലിക്കാരനാ? അല്ല. നിങ്ങളാരാ? നിങ്ങളോ? സാറിന് എവിടെയോ? സുഗന്ധിയുടെ അച്ഛനാ. വിട്ടുമേലി കൈകള് കേട്ടിട്ടില്ലേ? ഈ സ്ഥലത്തിന് പുറത്തുള്ള ഡാൻസുകാരൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഡാൻസുകാരനൊന്നുമല്ല. ഈ ചെറുക്ക ശരിയല്ല. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തൊട്ടടുത്ത നൃത്തവേദി. ഒരു ഫർലോങ് കടന്നാൽ മതി. നടക്കാനോ? മോളെ ഇത് ശരിയാവില്ല. നിന്റെ സ്റ്റാർ ബാലിന് പറ്റിയ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോയാലോ? ആ പൊയ്ക്കോ. 9-ന് ബസ്സുണ്ട്. ഞാൻ വേണേ കയറ്റി വിട്ടേക്കാം. അമ്മാവാ വളക്കുകയാവൂ, ഒടിക്കരുത്. അച്ഛാ, അപ്പുകുട്ടൻ നടന്നോളൂ, ഞങ്ങൾ വരാം. ആ പെട്ടിയും ഹാർമോണിയും അതിനെ കൊടുക്ക്. വേണ്ട അച്ഛാ, അപ്പുകുട്ടൻ സാരമില്ല, ഞാൻ എടുത്തോളാം. എന്തൊരു ചൂട്! ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കിട്ടൂല. പയ്യൻ, ഇവിടെ എയർ കണ്ടീഷൻ ഹോട്ടലുകളൊന്നുമില്ലേ? ചുമ്മാ ഇരിക്കച്ച. സുഗന്ധി ഇരിക്കെ. അവളവിടെ ഇരുന്നോളും. സുഗന്ധി, ഇവിടെ ബ്രൂ കോഫി ഇല്ലേ? ഇവിടെ പൊടി കാപ്പിയെ കിട്ടൂ. ഇതാണ് ഇവിടുത്തെ പ്രധാന എയർ കണ്ടീഷൻഡ് ഹോട്ടൽ. സാർ ഇരിക്കണം. അമ്മ, അമ്മേ എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ പോയിട്ട് വരാ. കാപ്പി കുടിക്കുന്നോ? അബുക, നല്ലൊരു കാപ്പി. നിന്റെ കീഴാർന്നലി പ്രയോഗം ശരിക്കേറ്റു. ഇവളുടെ മഞ്ഞപ്പിത്തൊക്കെ മാറി. കീഴാർനെല്ലി കൊണ്ടുപോയപ്പം മഞ്ഞപ്പിത്തം പോയി. ഇല്ല. എന്താടാ പരുങ്ങുന്നത്? വരണം മച്ചി, വരണം. അബുക, ഇത് അലമേലു അമ്മാളുടെ പുതിയ ഡാൻസുകാരിയാ, സുഗന്ധി. മംഗലത്തെ അമ്മച്ചയാ. ഇവിടുത്തെ വലിയൊരു കുടുംബം. ഇത് സുഗന്ധിയുടെ അച്ഛൻ. എവിടെയാ നിങ്ങളുടെ വീട്? ചങ്ങനാശ്ശേരിക്കടുത്ത് പുഴവാതിൽ. പുഴവാതിൽ എവിടെയാ? വെട്ടുമേനെ കൈമളമാർന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കൊല്ലും കൊലയും ഉണ്ടായിരുന്ന തറവാടാണ്. ഈ തലമുറയിലെ കാരണവരാണ് ഞാൻ. വെട്ടുമേനി ജനാർദ്ദന കൈമൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കാപ്പി. അമ്മ ഇരിക്കേ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. നല്ല ഗുരുത്വം, നന്നായി വരും. ചൂട് കുറയ്ക്കും. കണ്ടാലറിയാം, ഇല്ലേ അപ്പുകുട്ടാ? അതെ അതെ, കണ്ടാലറിയാം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. പക്ഷെ സുഗന്ധിയുടെ ചൂടിറക്കണെങ്കിലേ ഞാൻ പാടണം, ഇല്ലേ സുഗന്ധി? അല്ല അപ്പുകുട്ടാ, കൈമള സാർ അവിടെ? പുറത്തിരിപ്പുണ്ട്. ആഹാ, കൈമള സാർ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പല്ല് തേക്കോ കുളിക്കോ ഒക്കെ വേണമെങ്കിൽ ആകാം. ഞങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ് ഇതൊക്കെ ഇവിടെയാണോ? അക്കോമഡേഷനോ? ഷോ, ഇംഗ്ലീഷ് പോലും അറിയില്ല. ഞങ്ങളുടെ താമസം, ആഹാരം ഇതൊക്കെ ഇവിടെയാണോ? ഓ, എന്ന് അതല്ല ഇവിടെ തന്നെയാ. ശരിയാവില്ല. ശരിയാവില്ല. അതെന്താ? ശരിയാവില്ല. അതെന്താന്നല്ലേ ചോദിച്ചത്? ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? ആഹാ, അങ്ങനെ ശരിയാകത്തില്ലെങ്കിലേ ഇവിടെയും ശരിയാകത്തില്ല. ഇതിനേക്കാ കൊടിയേറ്റിയ ആളുകളൊക്കെ ഇവിടെ ഒന്ന് താമസിച്ചിട്ടുള്ളതാ. എടാ അപ്പുകുട്ടാ, നീ ഇത് കേട്ടോ? അയാൾക്ക് ഇവിടെ ശരിയാകത്തില്ലെന്ന്. ശരിയാകത്തില്ലെന്ന് നമ്മളങ്ങ് പറഞ്ഞു വിടുമെന്ന് പറ. അതെ, ഞങ്ങൾ പറഞ്ഞു വിടും. അയ്യോ ടീച്ചർ, അതൊന്നും വേണ്ട. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. പ്ലീസ്. ഒരു കൊമ്പത്തെ ഡാൻസർ വന്നിരിക്കുന്നു. അമ്മാവാ വളക്കുകയാവൂ, ഒടിക്കരുത്. ഇവര് കൈവിട്ടാ നമ്മുടെ ഗതി പെരുവഴിയാ. സഹിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക? അങ്ങനെയല്ല. അമ്പലത്തിൽ വെച്ചു, കുറുമൊഴി കുന്നിൽ വെച്ചു, കുപ്പിവള ചിരിച്ചുടഞ്ഞു. അവതാളം അടിക്കാടോ? ഇവനൊക്കെ എവിടുന്ന് വരണേ? അപസ്വരം പാടിയാൽ അവതാളമല്ലാതെ പിന്നെ ഏത് താളം അടിക്കുക? അവര് പാവം പ്രകൃതദോഷികള്. നീ പിടിക്കേ. അതെ പിടിക്കേ.
ഭഗവതി ഒടുക്കത്തെ തീറ്റി നിന്നിട്ട് ഇത് ഈ കോലത്തിലായതേ ഉള്ളൂ. ഇവന്മാരെ ഇന്ന് ഞാൻ പറത്തേക്കും. നിർത്തണോ? അല്ല ഭാവതര, ഇതെന്നെ ഭാവിച്ചോണ്ടാ? ഇതെന്ത് പാട്ട്? ഏത് രാഗം? രാഗം പന്തുവരാളി. ആദ്യത്താളം. പന്ത് വരാളി തന്നെ ഞാൻ പന്ത് കെട്ടുന്ന പോലെ തട്ടും. ഈ പാട്ടിന് ആള് പോവും തീർച്ചയാ. ശുദ്ധ കലയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല അമ്മാവ. ഓ, ഒരു ശുദ്ധ കൊല. കഴിഞ്ഞ ബാലയ്ക്ക് ആ അപ്പുകുട്ടിന് 1 മണിക്കൂറിന്റെ 8 പാട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്? അതും നല്ല ഒന്നാന്തര പാട്ട്. ഛെ. അമ്മാവ, ഇവർക്കൊക്കെ പറ്റിയത് എല്ലാ ഇളയരാജയോ ദേവരാജനോ ഒക്കെയാണ്. നമ്മളെപ്പോലുള്ള ശുദ്ധ കലാകാരന്മാർക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ശരിയാ. നമുക്ക് ഇതൊക്കെ വലിയ എവിടാ വളക്കേകാവുള്ളൂ, ഒടിക്കരുത്. നമ്മൾ ഏതായാലും ചെയ്യാവുന്നേ. നമുക്കിതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാം. ചെയ്യല്ലേ? ആ നമുക്ക് സ്വരം ഒന്ന് മാറ്റി ആ പിടിക്കാം. നീ മറ്റൊന്ന് പിടിച്ചേ. മദ്യമോ? ആ പിടിക്കട്ടെ. ആ, ധൈര്യമായിട്ട് പിടിടാ. എടി കൊച്ചേ, ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ അമ്മ ഒരുത്തർക്കം പോക്കാം. എന്താ ടീച്ചർ? അവൻ ആ പാട്ട് കൊളവാക്കിയെന്നു. ശോ, നല്ല ഒന്നാന്തരം കവിതയല്ലായിരുന്നു. ആ അയ്യോ, കേട്ടില്ലേ അവന്റെ ഒരു പന്തവരാളി? എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറുന്നു. ഞാനത് ടീച്ചറിനോട് പറയാനിരിക്കായിരുന്നു. രമണന് സംഗീതമേ അറിയില്ല. അയ്യോടി എന്റെ കൊച്ചേ, അരങ്ങേറ്റത്തിന് എത്ര ദിവസമുണ്ട്? നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? ഞാനത് എങ്ങനെ പറയും ടീച്ചർ? അച്ഛൻ ആഹാ, അച്ഛനോ? എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ ഒക്കത്തില്ല. സരോജിനി, നീങ്ങി വന്നേ. ടീച്ചർ, ഇങ്ങോട്ട് വരാൻ. ആഹാ, ഞാനിപ്പോ വരാം. ആ, അതല്ലേ ഭക്തമകരക്കിരിക കൂത്തമ്പലത്തിൽ. അതെ, അങ്ങനെ വരട്ടെ. ഈയോട്ടോ. നിർത്ത്. ഇത് ഏതവനെ എഴുതിയ പാട്ടാണ്? ഒരുമാതിരി കത്ത് എഴുതണ പോലെ പാട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കമ്പോസ് ചെയ്യാൻ പറ്റൂല. കവിയെ വിളിക്ക്. വിളിക്ക് വിളിക്ക്. ചീ, എഴുന്നേക്കാൻ. അമ്മാവ, അമ്മാവനും മരുമാനും എഴുന്നേറ്റാട്ടെ. 2 ഉപ്പ് ഇറങ്ങണം ഇവിടുന്ന്. 10:30 ബസ് ഉണ്ടെന്ന് തോന്നുന്നു. അതേക്കൊരു സ്ഥലം എടുപ്പോ. അമ്മാവ, ഈ നടക്കരി ഞാൻ തയ്ക്കൂല. സുഗന്ധിയെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങണം. ഓ, അയാളുടെ ഒരു ചുഗന്ധി വലിയ ഹേമമാലിന്യാണെന്നായിരിക്കും വിചാരം. വിളിച്ചോട്ട് പോടുന്നു. അതിന് ടീച്ചർ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ? ഞങ്ങളങ്ങ് പോയേക്കാം. സുഗന്ധി ഇവിടെ നിന്നോട്ടെ. അരങ്ങേറ്റത്തിന് അന്ന് ഞങ്ങളിങ്ങ് വരാം. ആ, അതാ നല്ലത്. തനിക്ക് വിവരമുണ്ട്. ഇവിടെ കൊണ്ടോട്ടെ എന്റെ പാട്ട്. ഓ, ഒരു സംഗീത കോളാമ്പി. തന്റെ ഈ കുന്തോക്കെ എടുത്തിട്ട് വേഗം പോ. അമ്മാവ, ഇത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എടാ, ഇനി ഇവിടെ നിന്നാൽ എന്റെ മോള് പുറത്താവും. പിന്നെ എന്റെ ഗതി പെരുവഴി. നിന്റെ